പ്രിയപ്പെട്ടവരെ, ഈ വർഷം മാറിയ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഹാഫ് ഇയർലി ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്വാർട്ടർലി ഇവാലുവേഷൻ ക്വസ്റ്റ്യനും തയ്യാറാക്കിയിരുന്നു. അത് നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നല്ല റിവ്യൂ ആണ് അതിനെക്കുറിച്ച് കിട്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിന് താങ്ക്സ് പറയുകയാണ് നിങ്ങളോട്. നമുക്ക് ഈ വർഷത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യനിലെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. സെക്കൻഡ് ടൈം എക്സാമിനേഷൻ 2024-25 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ടൈം എത്രയാണ് കൊടുത്തത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 മണിക്കൂറാണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് 4 ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് നോക്കാം. 15 minutes ഈസ് ഗിവൺ ഏസ് കൂൾ ഓഫ് ടൈം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ്, എക്സാം തുടങ്ങുന്നതിന് മുമ്പ് 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം കിട്ടും. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ് ദം അല്ലേ. ഈ 15 മിനിറ്റ് നിങ്ങൾക്ക് എന്തിനാ? ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 15 മിനിറ്റ്സ് തന്നിട്ടുള്ളത്. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആക്ടിവിറ്റി 1, തേർഡ് ഇൻസ്ട്രക്ഷൻ നോക്കൂ. ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായും ചെയ്യണം, അതിന് ഓപ്ഷൻ ഇല്ല. പക്ഷേ നാലാമത്തെ ഇൻസ്ട്രക്ഷൻ നോക്കുക. അറ്റംപ്റ്റ് എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റി 2 to 7 അല്ലേ. ആക്ടിവിറ്റി 2 തൊട്ട് 7 വരെയുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 എണ്ണം ചെയ്താൽ മതി. അപ്പം ടോട്ടൽ നിങ്ങൾ 5 ആക്ടിവിറ്റീസാണ് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. റീഡിങ് കോംപ്രിഹെൻഷൻ. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പോമോ ഒരു കവിതയോ തന്നാൽ അത് നന്നായി വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് റീഡിങ് കോംപ്രിഹെൻഷനിൽ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ പോം നന്നായിട്ട് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനാണ്. വായിച്ച് നോക്കുക. The woman was old and dragged and grey and bent with the chill of the winter's day. The street was wet with the recent snow, and the woman's feet were aged and slow. She stood at the crossing and waited long, alone, uncared for amid the throng of human beings who passed her by, nor heeded the glance of her anxious eye. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷന് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു പോം അല്ലെങ്കിൽ കവിതയോ മറ്റോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ആ റീഡിംഗ് പാസേജ് അല്ലെങ്കിൽ ആ പോം വായിച്ച് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഏകദേശം കിട്ടും. സിംഗിൾ റീഡിങ്ങിൽ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് വീണ്ടും വായിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് മലയാളത്തിൽ പറഞ്ഞുതരാം. ശരിക്കും മലയാളത്തിൽ പറഞ്ഞുതരാൻ പാടില്ല, എന്നിരുന്നാലും ജസ്റ്റ് ഇതിൻ്റെ ഒരു എന്താ പറയുക, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാളത്തിലൊന്ന് ജസ്റ്റ് ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. The woman was old and dragged and grey and bent with the chill of the winter's day. നോക്കുക, ഇവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്. ദ വുമൻ വാസ് ഓൾഡ്, പ്രായമായിട്ടുണ്ട്. റാഗ്ഡ് ആൻഡ് ഗ്രേ, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. കാണാനൊക്കെ ശരീരമൊക്കെ അങ്ങനെ അത്ര സുഖമുള്ള കാലമല്ല. ഓക്കെ, ബെൻ വിത്ത് ദ ചിൽ ഓഫ് ദ വിൻറ്റേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ മെൻഷൻ ചെയ്ത സീസൺ ഏതാണ്? വിൻ്റർ സീസണിൽ അതിൻ്റെ തണുപ്പത്ത് ആ സ്ത്രീ മുന്നോട്ട് കുനിഞ്ഞുകൊണ്ടാണ് ഉള്ളത്. ഒരു സ്ത്രീനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തണുപ്പ് കാലം എന്നല്ല, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം പ്രായമായി കഴിഞ്ഞാൽ ആളുകൾ മുന്നോട്ടൊന്ന് ഇങ്ങനെ വളഞ്ഞ് കുനിഞ്ഞിട്ടാണ് നടക്കുക അല്ലേ. നെക്സ്റ്റ് ലൈൻ നോക്കൂ. ദ സ്ട്രീറ്റ് വാസ് വെറ്റ് വിത്ത് ദ റീസെൻറ്റ് സ്നോ ആൻഡ് ദ വുമൻസ് ഫീറ്റ് വർ ഏജ്ഡ് ആൻഡ് സ്ലോ. സ്ട്രീറ്റ് എങ്ങനെയാണ്? ഇപ്പം പെയ്ത മഞ്ഞിൽ അങ്ങ് നനഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ആ സ്ത്രീൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? സ്ത്രീൻ്റെ കാലുകളൊക്കെ പ്രായം ചെന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നടക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരു സ്ട്രീറ്റിൽ എത്തിപ്പെട്ട ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ ചില മൂവ്മെൻറ്റ്സ്, ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബാക്കി വായിച്ചു നോക്കാം. ഷീ സ്റ്റുഡ് അറ്റ് ദ ക്രോസിംഗ് ആൻഡ് വെയിറ്റഡ് ലോങ്, എലോൺ, അൺകെയർഡ് ഫോർ അമിഡ് ദ ത്രോങ്. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് അല്ലേ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ നോബഡി കെയർസ്, അൺകെയർഡ് ഫോർ, ആൾക്കൂട്ടത്തിൽ ആരും തന്നെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല. ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഹൂ പാസ്ഡ് ഹെർ ബൈ, നോ ഹീഡഡ് ദ ഗ്ലാൻസ് ഓഫ് ഹെർ ആൻഷ്യസ് ഐ. ഓക്കെ, നമുക്കറിയാം റോഡിലൊക്കെ ധാരാളം ആളുകളുണ്ടാകും, പക്ഷേ നോബഡി കെയർസ് ദാറ്റ് ഓൾഡ് ലേഡി, ആ പ്രായം ചെന്ന സ്ത്രീയെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവരുടെ കണ്ണുകളൊക്കെ വളരെ ഉത്കണ്ഠയോടുകൂടിയല്ലോ ഓരോരുത്തരും ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും തന്നെ അവരെ ശ്രദ്ധിക്കുന്നില്ല. വളരെ ദയനീയമായ ഒരു
ഇതാണ് ഈ കവിതയിലൂടെ പറയുന്നത്. സാധാരണ പ്രായം ചെന്ന ആളുകളെ ശ്രദ്ധിക്കാൻ ആളുകൾ ഉണ്ടാവില്ലല്ലോ, ആ ഒരു കണ്ടീഷനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സീസൺ മെൻഷൻ ഇൻ ദ പോം? ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള സീസൺ ഏതാണ്? മൺസൂൺ ആണോ, സമ്മർ ആണോ, വിൻ്റർ ആണോ, ഓട്ടാണോ? അത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ താഴെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് എക്സ്പ്രസ് ദ ഓൾ വുമൻസ് ബോഡിലി വീക്ക്നെസ്. ആ സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ച് പറയുന്ന വേർഡ് നമ്മുടെ ഈ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ്. യങ് ആണോ, സ്റ്റഡി ആണോ, ബെൻഡാണോ, സ്മാർട്ടാണോ? അത് നിങ്ങൾക്കറിയാം അല്ലേ. സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല ഉറപ്പുള്ള. യങ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, യുവത്വമുള്ളത്. ബെൻഡ് എന്ന് പറഞ്ഞത് വളഞ്ഞ. സ്മാർട്ട് എന്ന് പറഞ്ഞാലും നല്ല സ്മാർട്ടായിട്ടുള്ള. ഓക്കെ, ഇതിൽ ഏതാണെന്നുള്ളത് ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. വി ക്യാൻ ചെക്ക് അറ്റ് ലാസ്റ്റ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് മീൻസ് പേ അറ്റൻഷൻ ടു ഫ്രം ദ പോം. ഈ കവിതയിൽ നിന്ന് പേ അറ്റൻഷൻ ടു, ശ്രദ്ധിക്കുക, ശ്രദ്ധ കിട്ടുക എന്നുള്ള വേർഡ് മീനിങ് ഉള്ള ഒരു വാക്ക് നിങ്ങളുടെ ഈ കവിതയിൽ നിന്ന് കണ്ടുപിടിക്കുക. കവിതയിൽ ഒരു ന്യൂ വേർഡ് ഉണ്ട്, അതായിരിക്കും നോക്കണം. ന്യൂ വേർഡൊക്കെ ചെക്ക് ചെയ്യുക, അതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. വി ക്യാൻ മൂവ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഫോർത്ത് ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് 2 pairs or rhyming words from the given lines. റൈമിംഗ് വേർഡ് അത് വളരെ ഈസി അല്ലേ. 2 എഴുതണം കേട്ടോ. 2 റൈമിംഗ് വേർഡ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ്. അപ്പോൾ ഈ ടോട്ടൽ ഈ ഫസ്റ്റ് ആക്ടിവിറ്റിക്ക് 5 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ 5 പോയിൻറ്റ്സ് 4 ക്വസ്റ്റ്യൻ ആണെങ്കിലും 4ാമത്തെ ക്വസ്റ്റ്യനിൽ 2 റൈമിംഗ് പേഴ്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ടോട്ടൽ 5 ആണ്. അപ്പോൾ A ഗ്രേഡ് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾ നന്നായി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയും. റീഡിങ് കോംപ്രിഹെൻഷൻ. സോ ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ, സെക്കൻഡ് ആക്ടിവിറ്റി. In the unit Ranji's Magic Bat, Ranjit visits Kumar's sports shop to purchase a new cricket bat. Imagine the conversation between Ranjit and Kumar. ക്രിക്കറ്റ് ബാറ്റ് വാങ്ങാൻ വേണ്ടി രഞ്ജിത്ത് കുമാറിൻ്റെ ഷോപ്പിൽ പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ രഞ്ജിത്തും കുമാറും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ ലാസ്റ്റ് ഉണ്ട്. ലാസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 3. Toto-chan never forgot the first happy summer vacation in her life. At that night, she think about her happy moments. Imagine yourself to be Toto-chan and write her thoughts. ഓക്കെ, ടോട്ടോച്ചാൻ്റെ ഹാപ്പി സമ്മർ വെക്കേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അന്ന് രാത്രി എന്തൊക്കെയായിരിക്കും നമ്മുടെ ടോട്ടോച്ചാൻ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എഴുതുന്ന പോലെ എഴുതാം. നിങ്ങൾ ടോട്ടോച്ചാനാന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ടോട്ടോച്ചാൻ്റെ ചിന്തകൾ ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ആൻസർ ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റി 4. റീഅറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഒരു സ്റ്റോറിയിൽ ചില ഇവൻറ്റ്സ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് ഓർഡർ തെറ്റായിട്ടാണ് കൊടുത്തത്. അത് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ദ സീ ബിക്കെയിം റഫ് ആൻഡ് ടോട്ടോച്ചാൻ ആൻഡ് സം അതേഴ്സ് ബിഗാൻ ടു ഫീൽ ഇൽ. കടലിൽ ടോട്ടോച്ചാനും കുട്ടികളും കളിക്കാൻ ഇറങ്ങിയ സമയത്ത് ടോട്ടോച്ചാനും കുറച്ച് കുട്ടികൾക്കും കടലിൽ അതൊന്നും അത്ര ഇതായിട്ട് സുഖമായിട്ട് തോന്നിയില്ല. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന്. നമുക്ക് അടുത്ത് നോക്കുക. ദ ചിൽഡ്രൻ അസംബിൾഡ് അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. ടൂറിന് പോകുന്ന അല്ലെങ്കിൽ പിക്നിക്കിന് പോകുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ സ്കൂളിൽ അസംബിൾ ചെയ്തു എന്ന്. മൂന്നാമത്തെ നോക്കൂ. ദ ചിൽഡ്രൻ വെയർ എക്സൈറ്റഡ് അറ്റ് ദ ഫോട്ടോ സെഷൻ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുട്ടികളാകെ ആകാംക്ഷാഭരിതരായി. കുട്ടികൾക്ക് ഭയങ്കര ഒരു അമ്പരപ്പ് ഫീൽ ചെയ്തു എന്ന്. നാലാമത്തെ നോക്കൂ. ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻ ടു ദ ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദ സീ. കടൽ കാണാൻ പോകുന്നതിന് മുമ്പ് പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു എന്ന്. അഞ്ചാമത്തെ നോക്കൂ. ദ ചിൽഡ്രൻ എൻജോയ്ഡ് ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിങ്സ് സീ ബാത്തിങ് ടു ദ അറ്റ്മോസ്. കുട്ടികൾക്ക് ഭയങ്കര കുട്ടികൾ എൻജോയ് ചെയ്തു. സീ ബാത്തിങ്, കടലിലുള്ള കുളിയും മറ്റു കാര്യങ്ങളും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഇവൻറ്റ്സ് ഓരോന്ന് ഏതാണ് 1, 2, 3, 4, 5 ക്രമത്തിൽ എഴുതേണ്ടതെന്ന് അറിയാം. അത് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 5. Can you prepare a character sketch of Mr. Kumar highlighting his qualities such as encouraging, kind, generous, sportsmanly, friendly, helpful?
നമുക്കറിയാം രഞ്ജീസ് മാജിക് ബാറ്റ് എന്നുള്ള ലെസണിലെ കുമാറിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ക്വാളിറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻകറേജിങ്, കൈൻഡ്, ജനറസ്, സ്പോർട്സ്മാൻലി, ഫ്രണ്ട്ലി, ഹെൽപ്ഫുൾ. ഇത്രയും പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങളോട് ഒരു നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ്. ഓക്കെ, നിങ്ങൾ തയ്യാറാക്കുക. ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ആൻസറും വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6. Write a short profile of Domenico Vittorelli based on the following hints. ഡൊമിനിക്കോ വിറ്റോർലിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഴുതിയതെന്ന്. ബോൺ, ജനിച്ച വർഷം ഇവിടെ കൊടുത്തു. ഓൺ 28 October 1892 in Pretura in Italy. Immigrated to USA in 1917. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ഇറ്റലിയിൽ പ്രറ്റൂറയിൽ ഒക്ടോബർ 28-ന് 1892 ജനിച്ചത്. പിന്നെ അദ്ദേഹം എവിടേക്ക് പോയി? USA 1970 USA എത്തി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതി നോക്കൂ. എഡ്യൂക്കേഷൻ, സപ്പിൻസ് യൂണിവേഴ്സിറ്റി ഓഫ് റോമിലെ സപ്പിൻസ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഏതൊക്കെയാണ് നോക്കൂ. ഓൾഡ് ഇറ്റാലിയൻ ടെയിൽസ് ഫോർ ചിൽഡ്രൻ, ദ ത്രെഡ് ഓഫ് ലൈഫ്. ഈ 2 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ഇവിടെ മെൻഷൻ ചെയ്തത് ധാരാളം വേറെ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ തൽക്കാലം ഇത് 2 മാത്രം എഴുതിയാൽ മതി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ. പിന്നെ മരിച്ച വർഷം നോക്കൂ. ഡെത്ത് ഏത് വർഷം? March 9, 1958. അദ്ദേഹം 1958 March 9-നാണ് മരിച്ചത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്ത കാര്യങ്ങളിൽ കൂടാതെ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കുറിച്ച്, രക്ഷിതാക്കളെക്കുറിച്ചോ വേറെ പുസ്തകങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ അറിയെങ്കിൽ അതും കൂടി ചേർത്ത് എഴുതാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടും. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ എഴുതുക. ആദ്യം തന്നെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ അവർ ജനിച്ച വർഷം, ജനിച്ച വർഷവും സ്ഥലവും എഴുതുക. പിന്നെ അദ്ദേഹത്തിന് രക്ഷിതാക്കളെക്കുറിച്ച് അറിയെങ്കിൽ അവരെക്കുറിച്ച് എഴുതുക. പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എഴുതുക. പിന്നെ അവരേതെങ്കിലും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് എഴുതുക. എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക. പിന്നെ അവർ മരിച്ചത് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ ഏകദേശം പൂർണ്ണമായി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 7, എഡിറ്റിംഗ്. ഈ എഡിറ്റിങ്ങിൽ അണ്ടർലൈൻ ചെയ്തതൊക്കെ തെറ്റാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നോക്കുക. ആൽബർട്ട് വെന്റ് ഡൗൺ ഫോർ ദ ഡേഞ്ചറസ് മൈൻസ് ആൻഡ് ഫോർ ദ 4 next years. Albert's work at the academy is almost an immediate sensation. ഇങ്ങനെ എഡിറ്റിങ്ങിന് ഒരു പാരഗ്രാഫ് തന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ ആദ്യം തന്നെ നന്നായിട്ട് ഈ എഡിറ്റിങ്ങിൻ്റെ പാരഗ്രാഫ് ഒരു 3 പ്രാവശ്യമെങ്കിലും വായിക്കുക. ഓരോ റീഡിങ്ങിലും നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ആ വായനയിൽ തന്നെയാണ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ലാസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ 4 നെക്സ്റ്റ്, ആൽബർട്ട്സ്, ഈസ്, ഇമ്മീഡിയറ്റ്, ഈ 5 വാക്കുകളാണ് തെറ്റായി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ആൻസറാണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നാൾ നമ്മുടെ ആൻസേഴ്സൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. വിച്ച് ഈസ് ദ സീസൺ മെൻഷൻഡ് ഇൻ ദ പോം? ഈ കവിതയിൽ മെൻഷൻ ചെയ്ത സീസൺ ഏതാണ്? മൺസൂൺ ആണോ, സമ്മർ ആണോ, വിൻ്റർ ആണോ, ഓട്ടാണോ എന്നായിരുന്നു വന്നത് അല്ലേ. നമുക്ക് നോക്കാം ആൻസർ ഏതാണ്. ആൻസർ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ വിൻ്റർ ആണ്, വിൻ്റർ സീസൺ ആണ്. ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് എക്സ്പ്രസ് ദ ഓൾഡ് വുമൺസ് ബോഡിലി വീക്ക്നെസ്. യങ്, സ്റ്റഡി, ബെൻഡ്, സ്മാർട്ട്. ഏതാ നമുക്കറിയാം ആൻസർ ബെൻഡ്. അപ്പം ബെൻഡ് കാരണം ശരീരം ഒന്ന് വളയും, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ ടീച്ചർ നേരത്തെ പറഞ്ഞു. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ യങ്, സ്റ്റഡി, സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏകദേശം നമുക്ക് ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഫീച്ചേഴ്സാണ്. ഓക്കെ, ഇവിടെ ബെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളയുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് മീൻസ് പേ അറ്റൻഷൻ ടു ഫ്രം ദ പോം. ഈ കവിതയിൽ നിന്ന് പേ അറ്റൻഷൻ, ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു വേർഡ് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിച്ചോ? ഏതാ വേർഡ് കിട്ടിയിട്ടുള്ളത്? യെസ്, ഞാനിപ്പോൾ ഇവിടെ എഴുതാം. ഈ ഈ കവിതയിൽ ലാസ്റ്റ് ഉണ്ടല്ലോ ഹീഡഡ് അല്ലെങ്കിൽ ഹീഡ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, HEED എന്ന് പറഞ്ഞാൽ ഹീഡ്, ശ്രദ്ധിക്കുക എന്ന്. നോക്കൂ, പിക്ക് ഔട്ട് 2 pairs ഓർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ഗിവൺ ലൈൻസ്. ഇതിൽ നിന്നും റൈമിംഗ് വേർഡ്സ് നിങ്ങളോട് എഴുതാനാണ്. റൈമിംഗ് വേർഡ്സ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. നമ്മളോട് 2 റൈമിംഗ് വേർഡ്സ് ആണ് എഴുതാൻ പറഞ്ഞത്, 2 പെയർ. അപ്പോൾ നമുക്ക് ഗ്രേ, ഡേ, സ്നോ, സ്ലോ, വേറെയും ധാരാളമുണ്ട്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ ഓരോ വരിയിലും അവസാനം വരുന്ന ഒരേ ശബ്ദത്തിൽ വരുന്ന വേർഡ്സ്, ഒരേ ശബ്ദത്തിൽ വരുന്ന വാക്കുകൾക്കാണ്
റൈമിങ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി 2. രഞ്ജിത്തും കുമാറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. നമുക്ക് വായിച്ചു നോക്കാം. അവർ രഞ്ജിത്ത് ബാറ്റ് വാങ്ങാൻ കുമാറിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ ഉണ്ടായ സംഭാഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺവെർസേഷൻ ബിറ്റ്വീൻ കുമാർ ആൻഡ് രഞ്ജിത്ത്. ഹായ് കുമാർ, ഐ നീഡ് എ ന്യൂ ക്രിക്കറ്റ് ബാറ്റ്. എനിക്കൊരു പുതിയ ക്രിക്കറ്റ് ബാറ്റ് വേണമെന്ന് രഞ്ജിത്ത് പറയാം. അപ്പോൾ കുമാർ എന്താ പറയുന്നത് നോക്ക്. പെർഫെക്റ്റ് ടൈമിങ്, ഐ ഹാവ് ജസ്റ്റ് ദ റൈറ്റ് വൺ ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. കറക്റ്റ് ടൈമിനാണ് നീ എത്തിയത് എന്നുള്ള തരത്തിലാണ് കുമാറിൻ്റെ മറുപടി. അടുത്ത രഞ്ജിത്ത് എന്താ ചോദിക്കുന്നത് നോക്കൂ. വാട്ട്സ് സോ സ്പെഷ്യൽ അബൌട്ട് ദിസ് ബാറ്റ്? ഈ ബാറ്റിൻ്റെ പ്രത്യേകത എന്താ? അപ്പം കുമാറിൻ്റെ മറുപടി നോക്കൂ. ദിസ് ഈസ് മൈ മാജിക് ബാറ്റ്. മെനി പ്ലെയേഴ്സ് ഹാവ് ഹിറ്റ് സിക്സസ് വിത്ത് ഇറ്റ്. ഇത് എൻ്റെ മാജിക് ബാറ്റാണ്. ധാരാളം കളിക്കാർ ഈ ബാറ്റ് കൊണ്ട് സിക്സറൊക്കെ അടിച്ചിട്ടുണ്ടെന്ന്. രഞ്ജിത്ത് എന്താ പറയുന്നത് നോക്കൂ. റിയലി? ദാറ്റ് സൗണ്ട്സ് അമേസിങ്. ഇത് സത്യമാണോ? ഇത് കേട്ടിട്ട് എനിക്കൊരു അത്ഭുതം തോന്നുന്നു എന്നാണ് പറയുന്നത്. കുമാരൻ എന്താ പറയുന്നത് നോക്കൂ. യെസ് ഇറ്റ് ഈസ് ആൻഡ് ഐ തിങ്ക് യു വിൽ ലവ് പ്ലേയിങ് വിത്ത് ഇറ്റ്. സത്യം, ഈ ബാറ്റ് കൊണ്ട് നീ ഒന്ന് കളിച്ചു നോക്കൂ. ഈ ബാറ്റ് കൊണ്ട് കളിക്കുന്ന സമയത്ത് നിനക്ക് നല്ല ഇഷ്ടമാവും കളിക്കാൻ എന്നാണ് പറയുന്നത്. അടുത്ത രഞ്ജിത്ത് എന്താ ചോദിച്ചാൽ നോക്കൂ. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്? ഇതിനെന്താ വില? അപ്പോൾ കുമാർ പറയാണ്, ഡോണ്ട് വറി, ഇറ്റ്സ് എ സ്പെഷ്യൽ പ്രൈസ് ജസ്റ്റ് ഫോർ യു. അത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് നിനക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രൈസാണ് ഞാൻ പറയാന്ന്. അപ്പോൾ രഞ്ജിത്ത് പറയാം, താങ്ക്സ് കുമാർ, യു ആർ ദ ബെസ്റ്റ്. താങ്ക് യു കുമാറിന് രഞ്ജിത്ത് താങ്ക്സ് പറയാം. ദെൻ കുമാർ, യു ആർ വെൽക്കം. രഞ്ജിത്ത്, ഗോ ഹിറ്റ് സിക്സസ്. എന്താ പറയുക, കുമാർ രഞ്ജിത്തിനെ വിഷ് ചെയ്യുക, സിക്സർ അടിച്ചൊക്കെ വേഗം വരൂ, ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് വിടുക. ഇത്രയും നല്ലൊരു കോൺവെർസേഷനാണല്ലേ ഇത്. നിങ്ങൾക്കും ഇങ്ങനത്തെ നല്ലത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എക്സാമിന് നന്നായിട്ട് കോൺവെർസേഷനൊക്കെ നിങ്ങൾ ചെയ്യുക. അടുത്ത നമുക്ക് ആക്ടിവിറ്റി 3 പോകാം. 3rd ക്വസ്റ്റ്യൻ നമ്മുടെ ടോറ്റോച്ചാൻ്റെ ഹാപ്പി സമ്മർ വെക്കേഷനിലുള്ള ആ എവർ മെമ്മറബിൾ ഡേയെക്കുറിച്ചുള്ള ടോറ്റോച്ചാൻ്റെ തോട്ട്സാണ് എഴുതാൻ പറഞ്ഞത്. തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ എഴുതിയെന്ന് നമുക്ക് വായിച്ച് നോക്കാം. ടോറ്റോച്ചാൻസ് തോട്ട്സ്. വാട്ട് എ വണ്ടർഫുൾ സമ്മർ വെക്കേഷൻ. എന്ത് രസമുള്ള ഒരു സമ്മർ വെക്കേഷൻ ആയിരുന്നു. ഐ ലവ്ഡ് ആർ ഷിപ്പ് ജേണി ആൻഡ് ദ വിൻഡ് ഇൻ മൈ ഹെയർ. ആ ഷിപ്പ് ജേണിയൊക്കെ ഞാൻ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ മുടിയിലെ കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷിപ്പ് യാത്രക്കിടയിൽ മുടിയൊക്കെ ഇങ്ങനെ കാറ്റ് ഇളകി ആടിയതിനെ കുറിച്ചൊക്കെയാണ് അവൾ പറയുന്നത്. ശരിക്കും അവൾ എൻജോയ് ചെയ്തു. ദ ഫോട്ടോഷൂട്ട് വാസ് സോ മച്ച് ഫൺ. ഐ ഫെൽ ലൈക്ക് എ സ്റ്റാർ. ഫോട്ടോഷൂട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ ഫെൽ ലൈക്ക് എ സ്റ്റാർ. ഞാൻ അവിടെ ഒരു സ്റ്റാർ ആയിരുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന അവർ അത്രയേറെ അവളെ പരിഗണിച്ചല്ലോ. അതോടുകൂടി ചേർത്തിട്ടാണ് അവളങ്ങനെ സ്റ്റാർ എന്ന് പറയാൻ കാരണം. പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, ലാഫിങ് ആൻഡ് ഹാവിങ് ഫൺ. കുട്ടികളുടെ കൂടെയുള്ള കളിയും ചിരിയും തമാശയും എന്ത് രസമായിരുന്നു. വി ക്യാൻ ത്രൂ ഫീൽഡ്സ്, പിക്ഡ് വൈൽഡ് ഫ്ലവേഴ്സ് ആൻഡ് ചേസ് ബട്ടർഫ്ലൈസ്. അങ്ങനെ തോട്ട്സൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഇമാജിൻ ചെയ്ത് എന്ത് വേണമെങ്കിലും കുറേ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാം കേട്ടോ. ഇവിടെ എഴുതി നോക്കൂ. വി റാൻ ത്രൂ ഫീൽഡ്സ്, പിക്ഡ് വൈൽഡ് ഫ്ലവേഴ്സ് ആൻഡ് ചേസ്ഡ് ബട്ടർഫ്ലൈസ്. കാട്ടുപൂക്കൾ പറിച്ചതും വയലിൽ കൂടി ഓടിയതും പിന്നെന്താണ് ബട്ടർഫ്ലൈസിൻ്റെ പുറകെ ഓടിയതൊക്കെയാണ് ഇങ്ങനെ കുട്ടി ചിന്തിക്കുന്നത്. I'll never forget our trip to the hot spring. It was so relaxing. എനിക്ക് ഒരിക്കലും ഈ ഹോട്ട് സ്പ്രിങ്ങിലുള്ള ആ ട്രിപ്പ് മറക്കാൻ കഴിയില്ല. അത്രയേറെ റിലാക്സ്, അത്രയേറെ ആനന്ദം തരുന്ന, ആശ്വാസം തരുന്ന ഒരു യാത്രയായിരുന്നു. ലാസ്റ്റ് നോക്കൂ. ദിസ് സമ്മർ വെക്കേഷൻ ഹാസ് ബീൻ ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ്, സന്തോഷപ്രദമായ ഒരു സമ്മർ വെക്കേഷനായിരുന്നു ഈ സമ്മർ വെക്കേഷൻ എന്നാണ് കുട്ടി അവസാനം പറഞ്ഞത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു തോട്ട് എഴുതുന്ന സമയത്ത് ആദ്യം ഒരു ചിന്ത എഴുതിയതിന് ശേഷം അവസാനം നമ്മുടെ ഒരു അഭിപ്രായം കൂടി അതിൽ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മറി, ഒരു അവസാനമായി, ഒരു കൺക്ലൂഷനായി അത്തരത്തിൽ നമ്മളൊരു അവസാനിപ്പിക്കണം തോട്ട് എഴുതുന്ന സമയത്ത്. നെക്സ്റ്റ്, റീഅറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ ദ കറക്റ്റ് ഓർഡറിൽ. അപ്പം നമ്മൾ ഓൾറെഡി വായിച്ച് കഴിഞ്ഞതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കിനി കറക്റ്റ് ഓർഡർ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ആൻസർ ചെക്ക് ചെയ്യൂ. നിങ്ങളും ഇങ്ങനെയാണോ എഴുതിയത് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചതെന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ദ ഫസ്റ്റ് വൺ നോക്കൂ. ദ ചിൽഡ്രൻ അസംബിൾഡ് അറ്റ് ദ സ്കൂൾ ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേ ബിഫോർ സെറ്റിംഗ് ഓഫ്. അല്ലേ, അവർ ടൂർ പോകുന്നതിന് മുമ്പ് സ്കൂളിൽ അസംബിൾ ചെയ്തു. അതിനുശേഷം സെക്കൻഡ് നോക്കൂ. ദ ഹെഡ് മാസ്റ്റർ ഗേവ് സം ഇൻസ്ട്രക്ഷൻ ടു ദ ചിൽഡ്രൻ ബിഫോർ ഗോയിങ് ടു ദ സീ. കടൽ കാണാൻ പോവുകയാണ് അവർ. കടൽ കാണാൻ പോകുന്നതിന് മുമ്പ് ഹെഡ് മാസ്റ്റർ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു.
Then third, the sea became rough and Toto-chan and some others began to feel ill. അപ്പോൾ കടലിലെ അവരുടെ കടൽ യാത്രയെക്കുറിച്ചും കടലിൽ പോയപ്പോൾ ഉണ്ടായ അവരുടെ ഫീലിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. Then next, fourth one, the children enjoyed this unusual hot spring sea bathing to the utmost. കുട്ടികൾ നന്നായിട്ട് ആ സീ ബാത്തിങ് കടലിൽ നന്നായി കളിച്ച് ഉല്ലസിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? ദ ലാസ്റ്റ് നോക്കൂ, ലാസ്റ്റ് അവർ ഫോട്ടോ എടുത്തതല്ലേ ആ കഥയിൽ പറയുന്നത്? യെസ്, ദ ചിൽഡ്രൻ വെയർ എക്സൈറ്റഡ് അറ്റ് ദ ഫോട്ടോ സെഷൻ അല്ലേ? ആ ഫോട്ടോ സെഷനിൽ കുട്ടികൾ ആകെ എക്സൈറ്റഡ് ആയി, അവർക്ക് ആകെ ത്രില്ലടിച്ച്, അവർ ആകെ എന്താ പറയുക, അത്രയേറെ അമ്പരപ്പുണ്ടാക്കിയ പരിപാടികളായിരുന്നു, അത്രയേറെ കുട്ടികൾക്ക് സന്തോഷം നൽകിയ ഒരു പിക്നിക്കായിരുന്നു അവരുടെ ആ സമ്മർ വെക്കേഷനിൽ ഉണ്ടായിരുന്ന ആ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ഓർഡർ അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെയല്ലേ കിട്ടിയിട്ടുള്ളത്? ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 5, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണോ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്? ചെക്ക് ചെയ്യൂ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ കുമാർ. മിസ്റ്റർ കുമാർ ഈസ് എൻ എൻകറേജിങ് ആൻഡ് കൈൻഡ് പേഴ്സൺ ഹു ഓൾവേസ് സപ്പോർട്ട്സ് അതേഴ്സ്. മിസ്റ്റർ കുമാറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ടീച്ചർ മലയാളത്തിൽ പറഞ്ഞുതരാം. കുമാർ ഈസ് എൻ എൻകറേജിങ് ആൻഡ് കൈൻഡ് പേഴ്സൺ ഹു ഓൾവേസ് സപ്പോർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ഒരു സ്നേഹമുള്ള ദയുള്ള ഒരു വ്യക്തിത്വം ആണ് നമ്മുടെ കുമാർ. ഹി ഈസ് ജനറസ് ആൻഡ് വില്ലിംഗ് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ്. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? മറ്റുള്ളവരെ, ആവശ്യമുള്ള ആളുകളെയൊക്കെ നന്നായി സഹായിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം ആണ് കുമാർ. ആസ് എ സ്പോർട്സ്മാൻ ഹി ഈസ് ഫെയർ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ. അദ്ദേഹം ഒരു സ്പോർട്സ് താരമാണ്, നമുക്കറിയാം അല്ലേ? കൂടാതെ അദ്ദേഹം മറ്റുള്ളവർക്കൊക്കെ നല്ല ബഹുമാനമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്പോർട്സ്മാനാണ്. മിസ്റ്റർ കുമാർ ഹാസ് എ ഫ്രണ്ട്ലി നേച്ചർ ദാറ്റ് മേക്സ് എവ്രി വൺ ഫീൽ കംഫർട്ടബിൾ അറൗണ്ട് ഹിം. കുമാർ എല്ലാവരോടും നല്ല സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല കംഫർട്ടാണ് അദ്ദേഹത്തോട് സംസാരിക്കാൻ. ഹി ഈസ് ഓൾസോ വെരി ഹെൽപ്ഫുൾ ആൻഡ് ഓൾവേസ് ലെൻസ് എ ഹാൻഡ് വെൻ നീഡഡ്. ആർക്കാണോ അത്യാവശ്യം വേണ്ടത് അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം എപ്പോഴും സഹായിക്കുന്നു. ഓവറോൾ മിസ്റ്റർ കുമാർ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ വിത്ത് എ ഹാർട്ട് ഓഫ് ഗോൾഡ്. ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് നല്ലൊരു സെൻറ്റൻസോട് കൂടി കൺക്ലൂഡ് ചെയ്യണം. ഇവിടെ എന്താ കൊടുത്തു നോക്കൂ. ഓവറോൾ മിസ്റ്റർ കുമാർ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ വിത്ത് എ ഹാർട്ട് ഓഫ് ഗോൾഡ്. നോക്കുക, ഈ കുമാറിൻ്റെ ഈ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ, കുമാർ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ വിത്ത് ഹാർട്ട് ഓഫ് ഗോൾഡ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്താ? അത്രയേറെ നല്ല സ്വഭാവമുള്ള നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണ് കുമാർ എന്നുള്ള ഒരു കൺക്ലൂഷനോട് കൂടിയാണ് ഈ ക്യാരക്ടർ സ്കെച്ച് അവസാനിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ എഴുതണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. ഡൊമിനിക്കോ വിറ്റോർണിയുടെ പ്രൊഫൈലാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അവിടെ തയ്യാറാക്കിയത് നോക്കാം. ഡൊമിനിക്കോ വിറ്റോർണി, ദ ഫേമസ് ഇറ്റാലിയൻ ഓതർ ആൻഡ് പ്രൊഫസർ വാസ് ബോൺ ഇൻ പ്രച്ചുര ഇൻ ഇറ്റലി ഓൺ 28 October 1892. ഡൊമിനിക്കോ വിറ്റോർണി ദ ഫേമസ് ഇറ്റാലിയൻ റൈറ്ററായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇറ്റലിയിലെ പ്രച്ചുര എന്നുള്ള സ്ഥലത്ത് ഒക്ടോബർ 28 1892 ജനിച്ചത് അല്ലേ? അതാണ് ആദ്യം എഴുതേണ്ടത്. ഒരാളെ ജനനം ആണ് ആദ്യം ഒരു പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ. ഹി ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ സപ്പിയൻസ യൂണിവേഴ്സിറ്റി ഓഫ് റോം അല്ലേ? റോമിലെ സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയത്. അതിനുശേഷം നോക്കൂ. ഇൻ 1917 ഹി ഇമിഗ്രേറ്റഡ് ടു USA. USA എന്നാ എത്തിയത്? 1917. അതിനുശേഷം നോക്കൂ ബാക്കി എന്താ എഴുതിയതെന്ന്. ഹിസ് ഫേമസ് ബുക്സ് ആർ ഓൾ ഇറ്റാലിയൻ ടെയിൽസ് ഫോർ ചിൽഡ്രൻ, ദ ത്രെഡ് ഓഫ് ലൈഫ് എക്സെട്ര. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. പിന്നീട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു, പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളെ കുറിച്ചാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഏതൊക്കെ ബുക്കാണ്? ഫേമസ് ബുക്സ് മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓൾഡ് ഇറ്റാലിയൻ ടെയിൽസ് ഫോർ ചിൽഡ്രൻ, മറ്റൊരു ബുക്കാണ് ദ ത്രെഡ് ഓഫ് ലൈഫ്. ഓക്കെ, തുടങ്ങിയവ എക്സെട്ര എന്ന് അങ്ങനെ എഴുതി വെച്ചാലും മതി കേട്ടോ. പിന്നെ ആ ലാസ്റ്റ് എഴുതുന്ന നോക്കൂ, അദ്ദേഹം എന്നാണ് മരിച്ചതെന്ന് കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി. നോക്കൂ. ഹി പാസ്ഡ് അവേ ഓൺ 9 March 1958. 1958 March 9 അദ്ദേഹം അന്തരിച്ചു. അത്രയും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയി. അങ്ങനെയാണ് ഒരു പ്രൊഫൈൽ തയ്യാറാക്കേണ്ടത്. ഓക്കെ, then we can move to last question, activity 8. Activity 7, ലാസ്റ്റ് ആക്ടിവിറ്റി എഡിറ്റിങ്ങിൽ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിന് ആൻസർ എഴുതുക. നോക്കൂ. ആൽബർട്ട് വെൻ ഡൗൺ 4 എന്നല്ല അവിടെ വേണ്ടത്. 4 എന്നുള്ള പ്രിപ്പോസിഷന് പകരം വേണ്ടത് എന്താണ്? ഇൻ ടു ദ ഡേഞ്ചറസ് മൈൻസ് ആൻഡ് ഫോർ ദ. അടുത്ത നോക്കൂ.
ഫോർ നെക്സ്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? നെക്സ്റ്റ് ഫോർ. അത് വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് വേർഡ് ഓർഡർ മാറിയതാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താ? നെക്സ്റ്റ് 4 years. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം ആൽബർട്ട് എന്നുള്ള പേര് ഫസ്റ്റ് ലെറ്റർ എന്താ എഴുതിയത്? ഒരാളെ പേരാണ്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതേണ്ടത്. ഇവിടെ സ്മോൾ ലെറ്റർ ആണ് എഴുതിയത്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതി. വളരെ സിമ്പിളാണ്. ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടി. അപ്പം അത് കറക്റ്റായി. ഓക്കെ, ആൽബർട്ട്സ് വർക്ക് അറ്റ് ദ അക്കാഡമി ഈസ് എന്നല്ല വേണ്ടത്. അവിടെ വേണ്ട ഇത് വാസ് ആണ്. വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. ഇമ്മീഡിയറ്റ് സെൻസേഷൻ എന്നുള്ള സ്പെല്ലിംഗ് എററാണ്. ഓക്കെ, സ്പെല്ലിംഗ് എററാണ്. അപ്പോൾ സ്പെല്ലിംഗ് ഇവിടെ എന്താ വേണ്ടത്? ഇമ്മീഡിയറ്റ് എന്നുള്ള സ്പെല്ലിംഗ് IMMEDIATE എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ സ്പെല്ലിംഗ് എററാണ്. പിന്നെ ഇത് പാസ്റ്റ് ടെൻസിൽ എഴുതിയത് കൊണ്ടാണ് ഈസ് അല്ല വാസ് ആണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നന്നായിട്ട് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യം ഹാഫ് ഇയർലി ക്രിസ്മസ് എക്സാമിന് വരിക. അപ്പോൾ ഇത് നന്നായി ചെക്ക് ചെയ്യുക, നന്നായി ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടും. നിങ്ങൾക്കിത് നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ ടീച്ചർ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു കാര്യം, ഈ വർഷം മാറിയ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ടൈമിൻ്റെയും സെക്കൻഡ് ടൈമിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നീനു ഗ്ലോബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ അവർ ചാനൽ. താങ്ക് യു. ബൈ.